Hi everyone. Today let's discuss a poem by Alexander Kimel, that is I Cannot Forget. This is the last poem in the fourth module of literature in the 20th century paper. We have already discussed a diary entry by by Anne Frank and a novel Faithless, and now you will be knowing what Holocaust literature is. We have already discussed what Holocaust literature means, and this particular poem comes under Holocaust literature. This is as I've mentioned, it is by Alexander Kimel. He was a poet and Holocaust survivor. His poems included works on the atrocities committed in the death camps, as well as inspirational poems portraying his belief in mankind regardless of the horrid acts they commit. അപ്പോൾ അദ്ദേഹം ഒരു ഹോളോകോസ്റ്റ് സർവൈവർ ആണ്, ആൻഡ് ഹിസ് വർക്ക്സ് were on the atrocities committed in the death camps. Now you know what a death camp is. ഇപ്പോൾ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് വർക്ക്സിലും ക്യാമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡെത്ത് ക്യാമ്പുകളിൽ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന ആട്രോസിറ്റീസിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്പിറേഷണൽ പോയംസും അലക്സാണ്ടർ കിമ്മൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദീസ് ഇൻസ്പിറേഷണൽ പോയംസ് ഇറ്റ് പോർട്രേസ് ഹിസ് ബിലീഫ് ഇൻ മാൻകൈൻഡ്. അതായത് ഇത്രയേറെ ഹൊറൈഡ് ആക്ട്സ് കമ്മിറ്റ് ചെയ്തതിന് ശേഷവും ഹി ഹാഡ് ബിലീഫ് ഇൻ മാൻകൈൻഡ്. മനുഷ്യരെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വിശ്വാസമാണ് ഇൻസ്പിറേഷണൽ പോയംസ് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നത്. And in the poem, I Cannot Forget, Kimmel describes the trauma and misery that Jewish people were subjected to. ജൂഷ് പീപ്പിൾ അനുഭവിച്ചിരുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസസും അതുപോലെ മിസറിയും ഒക്കെ തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സ്മോൾ പോയം. ഡ്യൂറിങ് ദ നാസി റൂൾ ഇൻ ജർമ്മനി, ദ ജൂയിഷ് കമ്മ്യൂണിറ്റി വാസ് സബ്ജക്ട് ടു ഹൊറേഴ്സ് എവറി ഡേ, നോട്ട് ജസ്റ്റ് ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അത് വെറും കോൺസെൻട്രേഷൻ ക്യാമ്പ്സിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അവർക്കെതിരെയുള്ള അട്രോസിറ്റീസ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള ഹൊറിഫൈങ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അത് ഡേ ടു ഡേ ലൈഫിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ക്യാമ്പിലാകണമെന്നില്ല, മേ ബി ഇൻ ഗെറ്റോസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, ഇതുപോലെ എവിടെ വെച്ച് വേണമെങ്കിലും ആകാം. ഓക്കെ, ഗെറ്റോ എന്താണെന്ന് രാവിലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ജൂഷ് പീപ്പിൾ ഒരുമിച്ച് താമസിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന, അവർ നിൽക്കേണ്ടതായിട്ടുള്ള ആ പെർട്ടിക്കുലർ പ്ലേസ് ആണ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജൂഷ് കമ്മ്യൂണിറ്റിയുടെ സ്പേസ് ആണ് ഗെറ്റോ എന്ന് പറയുന്നത്. In his poem, I Cannot Forget, Kimmel deals or he speaks about the raids that occurred in ghetto of റൊഹാറ്റിൻ. ഇതിൽ ഈ പോയത്തിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഐ കനോട്ട് ഫൊഗറ്റ് എന്നുള്ള പോയത്തിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ദ ആക്ഷൻ ഇൻ ദ ഗെറ്റോ ഓഫ് റൊഹാറ്റിൻ മാർച്ച് 1942. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഗെറ്റോയിൽ നടന്ന ഒരു റെയ്ഡിനെ കുറിച്ചാണ് പറയുന്നത്. സ്പീക്സ് ഓഫ് ദ റെയ്ഡ്സ് ദാറ്റ് ഒക്കേർഡ് ഇൻ ഗെറ്റോ ഓഫ് റൊഹാറ്റിൻ. In this poem, Kimmel begs the question, do I want to remember? First, it begins like this. Do I want to remember the peaceful ghetto before the raid? Children shaking like leaves in the wind, mothers searching for a piece of bread, shadows on swollen legs moving with fear. No, I don't want to remember, but how can I forget? അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാനത് മറക്കണോ? ഡു ഐ വാണ്ട് ടു റിമെമ്പർ? ദ പോയം ആസ് എ ഹോൾ അഡ്രസ്സസ് ദ പീസ് ബിഫോർ എ നാസി റെയ്ഡ്. ഒരു നാസി റെയ്ഡിന് തൊട്ട് മുന്നേ ഉള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ പീസ്ഫുൾ ഗെറ്റോ ബിഫോർ ദ റെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് later what happens is the panic as it begins, the fear as it intensifies, the pain of lives lost, and also the difficult acceptance that death may be better than living. ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആണ് അതിൽ വരുന്നത്. ആ പാനിക്, അവരുടെ ഭയം, ചിൽഡ്രൻ ഷേക്കിംഗ് ലൈക്ക് ലീവ്സ് ഇൻ ദ വിൻഡ്, കുട്ടികൾ ഈ കാറ്റത്ത് ഇലകൾ വിറയ്ക്കും പോലെ നിന്ന് വിറയ്ക്കുകയാണ്. മദേഴ്സ് സെർച്ചിങ് ഫോർ എ പീസ് ഓഫ് ബ്രെഡ്, അവർ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാണ്. ഷാഡോസ് ഓൺ സ്വോളൻ ലെഗ്സ് മൂവിങ് വിത്ത് ഫിയർ. ഷാഡോസ് പോലെ ഇതെല്ലാം, സ്വോളൻ ലെഗ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നീങ്ങാൻ ബുദ്ധിമുട്ടുള്ള, മേ ബി ഇതൊക്കെ അനുഭവിച്ചും കഷ്ടപ്പെട്ടിട്ടും സ്വോളൻ ആയിട്ടുള്ള ലെഗ്സ് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. ആൻഡ് മൂവിങ് വിത്ത് ഫിയർ. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, ബട്ട് ഹൗ കെൻ ഐ ഫൊഗെറ്റ്? എനിക്ക് ഓർക്കണമെന്നില്ല, ബട്ട് ഹൗ കെൻ ഐ ഫൊഗെറ്റ്? ഐ എം ഫോഴ്സ്ഡ് ടു റിമെമ്പർ ദീസ് തിങ്സ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. റിപ്പീറ്റഡ്ലി ആസ്കിങ് ഹിംസെൽഫ് ദി സെയിം ക്വസ്റ്റ്യൻ. ദിസ് ഇൻഡിക്കേറ്റ്സ് എ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് വിത്തിൻ. അല്ലെ, അയാളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഹി സ്ട്രഗ്ലിംഗ് വിത്ത് ദ ഡിസയർ ടു ഫൊഗെറ്റ് ദീസ്
years of fear, hunger and pain. ഈ swollen legs എന്നൊക്കെ പറയുന്നത് തന്നെ തല്ല് കൊണ്ടിട്ടൊക്കെ നീര് വെച്ചിരിക്കുന്ന കാലുകളെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇത്രയേറെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ട് അത് മറക്കാൻ he in fact wishes to forget this. There is a strong desire to forget these years of fear, hunger and pain, yet he knows he cannot. അയാൾക്ക് ഇന്നത് മറക്കാൻ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഡു ഐ വോണ്ട് ടു റിമെമ്പർ ദ ക്രിയേഷൻ ഓഫ് ഹെൽ. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇതാണ്: Do I want to remember the creation of hell, the shouts of the raiders enjoying the hunt, cries of the wounded begging for life, faces of mothers carved with pain, hiding children dripping with fear? No, don't want to remember, but how can I forget? Again, എനിക്ക് ഓർക്കണമെന്നില്ല, എങ്കിലും ഇത്തരം കാഴ്ചകൾ ഈ എൻ്റെ ഓർമ്മയിലുള്ള ഇതൊക്കെ ഞാൻ എങ്ങനെ മറക്കുന്നതാണ്. സോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പോയം he speaks of the peace within the ghetto prior to the raid, and the reader is left with a sense of calm within themselves. ആ സ്റ്റാർട്ടിങ്ങിൽ കാം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെയ്ഡിന് തൊട്ട് മുന്നേ ഉള്ളത്. Then as the poem progresses, he starts speaking of the panic, fear and death within the raid. The level of emotion becomes stronger and it leaves the reader with a real sense of the danger experienced by those living in the ghetto. എപ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു ഭയം, അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. As Kimel speaks of doors being kicked in, feathers flying and mothers searching in vain for lost children, he paints scenes easily imagined by the reader. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആൻഡ് വിത്ത് ദ യൂസ് ഓഫ് എ ഫ്യൂ സിമ്പിൾ വേർഡ്സ് ദറ്റ് സ്പെയർ നോ ഡീറ്റെയിൽ. ഇവിടെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, സിമ്പിൾ വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈവൻ അറ്റ് ദ എൻഡ് വിത്ത് റിയലൈസേഷൻ ദ ഡെത്ത് ഇസ് എ ബ്ലെസ്സിങ്, the simplicity of his lines do not distract from the magnitude of that realization. ഡെത്ത് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ ലൈൻസിൻ്റെ സിംപ്ലിസിറ്റി നമ്മൾ കാണാതെ പോകുന്നത്. ഡു നോട്ട് ഡിസ്ട്രാക്ട് ഫ്രം ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദറ്റ് റിയലൈസ്. ആ സിംപ്ലിസിറ്റി ഒരിക്കലും ഈ റിയലൈസേഷൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറയ്ക്കുന്നുമില്ല. സി ദ ഷൗട്ട്സ് ഓഫ് ദ റെയ്ഡേഴ്സ് എൻജോയിങ് ദ ഹണ്ട്. റെയ്ഡേഴ്സ് വന്നു കഴിഞ്ഞു, അവർ ആ ഹണ്ട് എൻജോയ് ചെയ്യുവാണ്. ക്രൈസ് ഓഫ് ദ വൂണ്ടഡ്, മുറിവേറ്റവരുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ബെഗിങ് ഫോർ ലൈഫ്. ഫേസസ് ഓഫ് മദേഴ്സ് കാർവ്ഡ് വിത്ത് പെയിൻ, അമ്മമാരുടെയൊക്കെ മുഖത്ത് പെയിൻ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഹൈഡിങ് ചിൽഡ്രൻ ഡ്രിപ്പിംഗ് വിത്ത് ഫിയർ, ഒളിച്ചിരിക്കുന്ന കുട്ടികൾ. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, ബട്ട് ഹൗ ക്യാൻ ഐ ഫർഗെറ്റ്? ഡു ഐ വാണ്ട് ടു റിമെമ്പർ മൈ ഫിയർഫുൾ റിട്ടേൺ? ഫാമിലീസ് വാനിഷ്ഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡേ, ദ മാസ് ഗ്രേവ് സ്റ്റീമിംഗ് വിത്ത് വേപ്പർ ഓഫ് ബ്ലഡ്. വലിയ മാസ്സായിട്ടുള്ള ഗ്രേവ്, അവിടെ ബ്ലഡിൻ്റെ വേപ്പറാണ്, അതായത് വേപ്പറേറ്റ് ചെയ്യുന്ന ആ എയറിൽ തങ്ങി നിൽക്കുന്നത് പോലും ബ്ലഡാണ്. മദേഴ്സ് സെർച്ചിങ് ഫോർ ചിൽഡ്രൻ ഇൻ വെയിൻ. കുട്ടികളെ അന്വേഷിച്ച് അമ്മമാർ ഇപ്പോഴും നടക്കുകയാണ്. യൂസ്ലെസ് ആണ് ആ നടത്തം, അത് വേസ്റ്റാണ്, കിട്ടില്ല. ദ പെയിൻ ഓഫ് ദ ഗെറ്റോ കട്ട്സ് ലൈക്ക് എ നൈഫ്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, ബട്ട് ഹൗ ക്യാൻ ഐ ഫർഗെറ്റ്? അതിൻ്റെ വേദന എന്നെ ഈ ഒരു നൈഫ് പോലെയാണ് കട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ I cannot forget that. Even if I don't want to remember, I cannot forget that. Do I want to remember the wailing of the night? രാത്രികൾ മുഴുവൻ കരച്ചിലാണ്. ഓക്കെ, വെയിലിംഗ് ഓഫ് ദ നൈറ്റ്. ദ ഡോർസ് കിക്ക്ഡ് അജാർ, ചവിട്ടി തുറന്ന് വരുന്ന ഡോർസ്. റിപ്ഡ് ഫെതേഴ്സ് ഫ്ലോട്ടിംഗ് ദി എയർ. ദ നൈറ്റ് സെൻറ്റഡ് വിത്ത് സ്നോ മെൽട്ടിംഗ് ബ്ലഡ്. രാത്രികളെന്ന് പറയുന്നത് സ്നോ മെൽട്ടിംഗ് ബ്ലഡാണ്. ആ രാത്രികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അതാണ്. വൈൽ ദ കമ്പാഷനേറ്റ് മൂൺ ഇസ് ഷോയിങ് ദ വേ ഫോർ ദ ഫേസ്ലെസ് ഷാഡോസ് സെർച്ചിങ് ഫോർ കിൻ. അപ്പോൾ കമ്പാഷനേറ്റ് ആയിട്ട്, കുറച്ചെങ്കിലും കൈൻഡായിട്ട്, ദയാപൂർവം ചന്ദ്രൻ അല്ലെങ്കിൽ മൂൺ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ ഫോർ ദ ഫേസ്ലെസ് ഷാഡോസ് സെർച്ചിങ് ഫോർ കിൻ. അപ്പോൾ കിന്നിന് വേണ്ടി സെർച്ച് ചെയ്ത് നടക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം നോക്കി നടക്കുകയാണ്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, ബട്ട് ഐ കനോട്ട് ഫർഗെറ്റ്. എനിക്ക് ഓർക്കണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഐ കനോട്ട് ഫർഗെറ്റ്. ഡു ഐ വാണ്ട് ടു റിമെമ്പർ ദിസ് വേൾഡ് അപ്സൈഡ് ഡൗൺ? ഞാൻ ഈ ലോകത്തെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കാണണോ? ഡു ഐ വാണ്ട് ടു റിമെമ്പർ ദിസ് വേൾഡ് അപ്സൈഡ് ഡൗൺ, where the departed are blessed with an instant death, while the living condemned to a short wretched life? ജീവിച്ചിരിക്കുന്നവർക്ക് അതിലും ഭേദം മരണമാണെന്ന് തോന്നുന്ന ഒരവസ്ഥ. while the living condemned to a short wretched life and a long tortuous journey into unnamed place.
കൺവേർട്ടിങ് ലിവിങ് സോൾസ് ഇൻ ടു ആഷസ് ആൻഡ് ഗ്യാസ്. ലിവിങ് സോൾസിനെ കത്തിക്കരിച്ച ആഷായിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ടോ തന്നെ മാറ്റുന്ന ഒരവസ്ഥ, അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നോ ഐ ഹാവ് ടു റിമെമ്പർ ആൻഡ് നെവർ ലെറ്റ് യു ഫർഗെറ്റ്. ഫൈനൽ ലൈൻസിൽ അങ്ങനെയാണ് നിർത്തുന്നത്. ഇതൊക്കെ ഓർത്തേ പറ്റൂ. ഐ ഹാവ് ടു റിമെമ്പർ ആൻഡ് നെവർ ലെറ്റ് യു ഫർഗെറ്റ്. അതാ നിങ്ങളെയും ഞാനത് മറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഈ പോയം എൻഡ് ചെയ്യുന്നത്. So in the last two stanzas, Kimel asks how he can forget, finally ending with the statement that no, I have to remember and never let you forget. So actually in this line, unlike the previous ones, almost every word is capitalized. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഐ എച്ച് ആർ എൻ ഒക്കെ ക്യാപിറ്റലൈസ്ഡ് ആണ്. ദിസ് സെറ്റ്സ് ദിസ് ലൈൻ അപ്പാർട്ട് ഫ്രം ദി റെസ്റ്റ്, ഷോയിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഈ ഒരു ലൈനിന് മറ്റ് ലൈൻസിൽ നിന്നുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹിയർ കിമൽ ഹാസ് റിസോൾവ് ദ കോൺഫ്ലിക്റ്റ് വിത്തിൻ ഹിംസെൽഫ്. അയാളുടെ ഉള്ളിലെ കോൺഫ്ലിക്റ്റ് തന്നെ അയാൾ ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ത്രൂ ഔട്ട് ദ പോയം ദ റീഡർ വാച്ച്ഡ് ഹിസ് ഡിബേറ്റ് വിത്തിൻ, സീയിങ് ദ കോൺഫ്ലിക്റ്റ് കം ടു ലൈഫ്. ആ കോൺഫ്ലിക്റ്റ് അതാ നേരത്തെ പറഞ്ഞൊരു ഡിബേറ്റ് ഉണ്ട്, ഓർക്കണമോ മറക്കണമോ എന്നുള്ളത്. അതിനുള്ള ഒരു സൊല്യൂഷൻ പോലെ അവസാനിപ്പിക്കുകയാണ്. സീയിങ് ദ കോൺഫ്ലിക്റ്റ് കം ടു ലൈഫ്, നൗ കിമൽ റിയലൈസസ് ആൻഡ് അക്സെപ്റ്റ്സ് ദാറ്റ് ആസ് എ ഹോളോകോസ്റ്റ് സർവൈവർ ഹി നൗ ബെയർസ് ദ ബർഡൻ ഓഫ് റിമെമ്പറിങ് ദിസ് ഇവൻറ്റ് ടു എൻഷുർ ദ വേൾഡ് നെവർ ഫോർഗെറ്റ്സ്. അപ്പോൾ ആസ് എ ഹോളോകോസ്റ്റ് സർവൈവർ അയാളിത് ഈ ഭാരം ചുവന്നേ പറ്റുള്ളൂ. ഈ ഓർമ്മകൾ അയാളോടൊപ്പം ഒരു ബേർഡനായിട്ട് റിമെമ്പർ ചെയ്തേ പറ്റൂ. ആൻഡ് ഓൾസോ ദിസ് ഹീ ഷുഡ് എൻഷുർ ദ വേൾഡ് നെവർ ഫോർഗെറ്റ്സ്. ലോകവും ഈ ഒരു ടൈം മറക്കാതിരിക്കുക എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട ഡ്യൂട്ടി കൂടി അയാൾക്ക് വന്നിട്ടുണ്ട്. ആസ് എ ഹോളോകോസ്റ്റ് സർവൈവർ അത് രണ്ടും അയാൾ ചെയ്തേ മതിയാകൂ. അതുകൊണ്ടാണ് ലാസ്റ്റ് ലൈൻസിൽ നോ ഐ ഹാവ് ടു റിമെമ്പർ നെവർ ലെറ്റ് ആൻഡ് നെവർ ലെറ്റ് യു ഫോർഗെറ്റ്. നിങ്ങളെയും ഈ ലോകത്തെയും ഞാനത് മറക്കാൻ അനുവദിക്കില്ല. നൗ ഹീ ഈസ് എൻഷുറിങ്, ഹി ഷുഡ് എൻഷുർ ദാറ്റ് ആസ് എ ഹോളോകോസ്റ്റ് സർവൈവർ. ഇത് സിമ്പിളായിട്ടുള്ള ലൈൻസാണ്. ഇതിലങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വരികളോ വാക്കുകളോ ഒന്നും തന്നെ ഇല്ല. ഒരു ഹോളോകോസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള പോമാണ്. ആ ഒരു സമയത്ത് ഒരു റെയ്ഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഗെറ്റോ, അതിന് തൊട്ട് മുന്നേ ഉള്ള അവസ്ഥ, അതിന് ശേഷമുള്ളത്, അതിനെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ സ്റ്റാൻസയിലും ഈ പറഞ്ഞ പോലെ വേർ ദ ഡിപ്പാർട്ടഡ് ആർ ബ്ലെസ്ഡ് വിത്ത് ആൻ ഇൻസ്റ്റൻറ്റ് ഡെത്ത്. നമ്മൾ ഈ മരിച്ചു പോകുന്നവർ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഡ് ആണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഡു ഐ വോണ്ട് ടു റിമെമ്പർ ദിസ് വേൾഡ് അപ്സൈഡ് ഡൗൺ. വേൾഡ് തലകീഴായിട്ടാണോ ഞാൻ ഓർക്കേണ്ടത്? ലൈക്ക് ഇവിടെ ഡിപ്പാർട്ടഡ് ആയ ആളുകൾ, പോയ ആളുകൾ ശരിക്കും ബ്ലെസ്ഡ് ആയവരാണ്. ഇൻസ്റ്റൻറ്റ് ഡെത്ത് കിട്ടി, രക്ഷപ്പെട്ടു, കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ല. വിത്ത് ലിവിങ് കണ്ടം ടു എ ഷോർട്ട് റെച്ചഡ് ലൈഫ്. ഈ കഷ്ടപ്പെട്ട് ഇത്രയും റെച്ചഡ് ആയിട്ടുള്ളൊരു ലൈഫ് ലീവ് ചെയ്യേണ്ടി വരുന്നവരാണ് ശരിക്കും ജീവിച്ചിരിക്കുന്നവർ. ഷോർട്ടാണ് ആ ലൈഫ്, ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവരും കൊല്ലപ്പെടാം. സോ ഈ ലിവിങ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളൊരു ലിവിങ് ആണ് അവർക്കുള്ളത്. ആൻഡ് എ ലോങ് ടോർച്ചസ് ജേർണി ഇൻ ടു അൺനെയിംഡ് പ്ലേസ്. ഏതെങ്കിലും അറിയാത്ത നാട്ടിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെയുള്ളൊരു ടോർച്ചർ അനുഭവിക്കുന്ന ഒരു ജേർണി അല്ലെങ്കിൽ ലൈഫാണ് അവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇതൊക്കെ നേരത്തെ നമ്മൾ വി ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദറ്റ് നോവൽ ആസ് വെൽ ആസ് ഇൻ ദ ഡയറി. അതിൽ പലയിടത്തും പറയുന്നുണ്ട്. ഈവൻ ആ നോവലിൽ പറയുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. സെയിം എക്സ്പീരിയൻസസ് ആണ്. ടോർച്ചർ അനുഭവിക്കുക, അൺനെയിംഡ് പ്ലേസസിലേക്ക് കൊണ്ടുപോകുക, നമ്മൾ പോലും അറിയില്ല നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ ഓൾ ദീസ് ഹോറിഫൈങ് എക്സ്പീരിയൻസസ് ആർ ബീങ് ഡിസ്കസ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ പോയം. So just read the poem first and think about the few important things to be or important points to be added in this poem. അതിൽ ഒന്ന് ഗെറ്റോയിലെ റെയ്ഡിനെ കുറിച്ചാണെന്നും അതിൽ ആ 3 സ്റ്റാൻസയിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഇവർ റെയ്ഡേഴ്സ് അകത്തേക്ക് വരാം. പിന്നീട് ഉണ്ടാകുന്ന സീൻ എന്തൊക്കെയാണ്, അവിടുത്തെ ചുറ്റുപാടും ആ അറ്റ്മോസ്ഫിയർ, ആ എയറിൽ പോലുമുള്ള ബ്ലഡിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. മൂൺ പോലും കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഇമേജറീസ് യൂസ് ചെയ്ത് വി ഷുഡ് ട്രൈ ടു റിമെമ്പർ ദീസ് ലൈൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പോയം. താങ്ക് യു.